അതായത് ഇന്നലെ മുതൽ അവരുടെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുകയും അതുപോലെ തന്നെ ഭീഷണി മുഴക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇന്ന് രാവിലെ ആണെങ്കിൽ അവർ വളരെ പേടിച്ച് പലതവണ കംപ്ലൈൻറ്റ് വിത്ഡ്രോ ചെയ്താലോ എന്നുള്ളൊരു അവരൊരു മാനസികമായ സംഘർഷത്തിലൂടെ പോയി ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായി ആ ഡിപ്രഷനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ പരാതി കൊടുത്തത് മുതൽ അതിശക്തമായ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് പരാതിക്കാരി കടന്നു പോകുന്നത്. കാരണം പരാതി കൊടുത്ത പരാതിയിലെ ഡീറ്റെയിൽസ് മുഴുവൻ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷികളായവരുടെയും അതുപോലെ തന്നെ പരാതിയിലെ സാഹചര്യങ്ങളും ഒക്കെ വ്യക്തവും കൃത്യവുമായിട്ട് മാധ്യമങ്ങൾ ലീക്ക് ഔട്ട് ചെയ്യുന്നത് അത് പരാതിക്കാരിയുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ശ്രമത്തിൽ നിന്ന് മാറി നിൽക്കണം. മാത്രമല്ല പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരി വലിയൊരു ത്രെട്ടാണ്, ഇപ്പം ഭീഷണിയാണ് സമൂഹത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നെസസറി പ്രൊട്ടക്ഷൻ പരാതിക്കാരിക്ക് നൽകണമെന്ന് പറഞ്ഞ് നമ്മൾ കേസ് ഹൈക്കോടതി മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പരാതിക്കാരി ഈ ഒരു സിറ്റുവേഷന് ഒരു പരാതി റൈസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു നീതിയുണ്ട്. അവരുടെ ഒരു പ്രൈവസിയെ സമൂഹവും മാധ്യമങ്ങളും മാനിക്കുക തന്നെ വേണം. ഇത് പറയുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ചും പരാതിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് പരാതിക്കാരിയുടെ പ്രൈവസിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി ഒരു ലീനിയൻസി കാണിക്കേണ്ടതുണ്ട്. അതായത് ഇന്നലെ മുതൽ അവരുടെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുകയും അതുപോലെ തന്നെ ഭീഷണി മുഴക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇന്ന് രാവിലെ ആണെങ്കിൽ അവർ വളരെ പേടിച്ച് പലതവണ കംപ്ലൈൻറ്റ് വിത്ഡ്രോ ചെയ്താലോ എന്നുള്ളൊരു അവരൊരു മാനസികമായ സംഘർഷത്തിലൂടെ പോയി ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായി ആ ഡിപ്രഷനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഭീഷണികളും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളും താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രൈവസിയെ മാനിക്കണമെന്ന് മാധ്യമങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. അതെ 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 ഒരു മെഡിക്കൽ ഡിപ്രഷനിലൂടെ അവർ കടന്നു പോവുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ ഒരു കുറച്ച് കാലമായി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് മാത്രമാണ് അവരത് റിക്കവർ ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അവരൊരു പരാതി റൈസ് ചെയ്തതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവർക്ക് ആ പരാതി ഇട്ടിട്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ ആരും ഇരകളായവരാരും പരാതി ഉന്നയിക്കില്ല. കാരണം അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടാകരുതല്ലോ. കാരണം പരാതിക്കാരികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണമോ പീഡനമോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും അതിനെതിരെ പോരാടാനുമുള്ള ഒരു ബാക്ക് സപ്പോർട്ട് സമൂഹം കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ പരാതി ഉന്നയിക്കുന്നവരെ പിന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന രീതി ശരിയല്ല. മാത്രമല്ല പരാതിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ എല്ലാം പ്രമുഖ മാധ്യമങ്ങളും പരാതിയിലെ ഓരോ സീക്വൻസുകളും വ്യക്തമായും കൃത്യമായും റിപ്പോർട്ട് ചെയ്തത് കണ്ടു. അത് സാക്ഷികളുടെ പേരടക്കമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതെല്ലാം സാക്ഷികളെ സ്വാധീനിക്കാനും സാഹചര്യങ്ങളെ പിന്നെ സാഹചര്യങ്ങളാണല്ലോ ഇതെല്ലാം കൂടുതലും. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം സ്വാധീനിക്കാനും ഒക്കേഷൻസിനെ സ്വാധീനിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവേദി ഇതൊരു വ്യക്തിക്കെതിരായ അല്ലെ ഒരു വേടൻ്റെ കേസിൽ ഇതൊരു വേടൻ്റെ പാട്ടിനെതിരായ ഒരു പോരാട്ടമോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരായ ഒരു പോരാട്ടമോ ഒന്നുമല്ല. അവർക്ക് വ്യക്തിപരമായി അവർ നേരിട്ട ഒരു ഇഷ്യൂവിനെയാണ് അവരത് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് അനുസരിച്ചൊരു സപ്പോർട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും.